ഹലോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. അപ്പോൾ ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച പുതിയ ഡ്രസ്സാണിത്. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് പറയാം. അപ്പോൾ ഇതിന് പറ്റുന്ന രീതിക്ക് നമുക്കൊന്ന് മേക്കപ്പ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ വാസ്ലിൻ പരട്ടിയിട്ടുണ്ട്, അതുപോലെ തന്നെ ലിക്വിഡ് ഫൗണ്ടേഷനും പറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമ്പാക്ട് പൗഡറാണ്. അപ്പോൾ കോമ്പാക്ട് പൗഡർ ഇടുന്നത് മുതൽ നമുക്ക് കാണിക്കാം കേട്ടോ. ആക്ച്വലി ഞാൻ അതിനുള്ള വീഡിയോ ഞാൻ എടുത്തായിരുന്നു, 2 വീഡിയോ എടുത്തായിരുന്നു. പക്ഷേ എന്ത് ചെയ്യാനാണ്, എൻ്റെ ഫോണിൽ സ്റ്റോറേജ് സ്പേസ് ഇല്ലാത്തത് കാരണം ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വന്നു. അപ്പോൾ എന്തായാലും ബാക്കി ഭാഗം മുതൽ കാണാം. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുന്നത് മുതൽ നമുക്കങ്ങ് മേക്കപ്പ് ചെയ്തത്. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കോമ്പാക്ട് പൗഡറാണ്. അപ്പം ഞാൻ അതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സ്കിൻ ടോണിന് പറ്റിയിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡർ ആയിരിക്കണം നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതിൽ ഞാൻ കുറച്ച് എക്സ്പെരിമെൻ്റ് കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് നോക്കാത്ത ചില മെത്തേഡുകളിൽ മേക്കപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാനത് വഴിയെ പറയാം, ഓരോന്ന് ചെയ്യുമ്പോഴത്തേക്കും പറയാം കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഐ ഷാഡോ ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനൊരു ഡാർക്ക് കളർ ഐ ഷാഡോ എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് ചിരിച്ച് പിടിച്ചുകൊണ്ട് കവളത്ത് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെൻ്റെ എക്സ്പെരിമെൻ്റാണ്. ഞാൻ ഒരുപാട് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത ചിക്ക് ആവാനായിട്ട് എന്ത് ചെയ്യണമെന്നുള്ളത് ഞാനിങ്ങനെ നോക്കിയായിരുന്നു. അപ്പോൾ അതിലൊക്കെ മുകളിലേക്ക് വരച്ചു കൊടുക്കാനാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ ഇതുപോലെ ആരും ചെയ്യണമായിട്ട് കണ്ടില്ല. പക്ഷെ ഞാനൊന്ന് ഇങ്ങനൊന്ന് വരച്ച് നോക്കിയിട്ട് എനിക്ക് പൊങ്ങി നിൽക്കുന്ന ചിക്ക് കിട്ടുന്നുണ്ടോ എന്നുള്ളതൊന്ന് ഞാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് കണ്ണിൻ്റെ ഇവിടെ ഞങ്ങൾ വരച്ചു കൊടുത്തു. പ്രത്യേകിച്ച് കാര്യമുണ്ടായിട്ടൊന്നുമല്ല, ഞാൻ ജസ്റ്റ് നോക്കാം എങ്ങനെയാവും ഇതിൻ്റെ ഒരു ലുക്ക് എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനിങ്ങനെ ബ്രഷ് വെച്ചിട്ട് അപ്ലൈ ചെയ്തിങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ പോണില്ല കേട്ടോ, ഭയങ്കര പാടായിരുന്നു. പിന്നെ നന്നായിട്ട് അങ്ങ് അമർത്തി അങ്ങോട്ട് അപ്ലൈ ചെയ്തങ്ങ് കൊടുത്തു, തേച്ച് പിടിപ്പിച്ചു. മുകളിലേക്കാണ് കേട്ടോ ഞാനിങ്ങനെ ബ്രഷ് വെച്ച് ഉരച്ച് കൊടുക്കുന്നത്. ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇപ്പുറത്തെ കവളോടെ ഒന്ന് നോക്കട്ടെ. അപ്പോൾ അത്യാവശ്യം കൊടുത്തേ മാഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കട്ടിങ്ങൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയത്. ശരിയാവില്ല എന്നുള്ളത് എനിക്ക് അത്ര ഉറപ്പൊന്നും ഉണ്ടായിരുന്നില്ല, ശരിയാവുമെന്നൊന്നും. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കി, അത്രയേ ഉള്ളൂ. പക്ഷേ വലിയ കുഴപ്പമൊന്നുമില്ല എന്ന് എനിക്ക് തോന്നി. ഇനി അടുത്തതായിട്ട് ഞാൻ നമ്മുടെ ബ്ലഷ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു റോസ് കളർ, ലൈറ്റ് റോസ് കളർ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ നേരത്തെ വരച്ചു കൊടുത്തിട്ട് ഇപ്പോൾ ബ്ലഷ് ചെയ്തില്ലേ, അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. മുകളിലേക്കാണ് ഇട്ട് കൊടുക്കുന്നത്. കവിൾത്തടം ഒന്ന് പൊങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോഴും ബ്ലഷ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നേ. മുകളിലേക്ക് ഞാനിങ്ങനെ ബ്രഷ് വെച്ചിട്ട് ബ്ലഷ് ചെയ്തങ്ങ് കൊടുക്കുകയാണ്. അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഒരു ട്രിക്ക് എൻ്റെ മനസ്സിൽ തോന്നി. ഞാൻ വാസ്ലിൻ എടുത്തിട്ട് എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കവിളത്ത് ഇങ്ങോട്ട് പുരട്ടി മുകളിലേക്ക് കൈ വെച്ചിട്ട് തന്നെ ഒന്ന് ബ്ലഷ് ചെയ്തങ്ങ് കൊടുത്തു. ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെ ചെയ്തു. അപ്പോൾ നല്ല നൈസായിട്ടുള്ളൊരു ലുക്കായിട്ട് കിട്ടിയത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല കവിൾത്തടമൊക്കെ മുകളിലേക്ക് തന്നെ ഇങ്ങനെ നിൽക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാകുമായിരിക്കും. പിന്നെ അത് കൂടാണ്ട് നമുക്ക് നല്ലൊരു ഗ്ലോ കൂടെ നമ്മുടെ 2 സൈഡിലും ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂക്കൊന്ന് വരച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ലൈൻ ഇട്ടു. നീണ്ട മൂക്കായിട്ട് തോന്നിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ഐ ഷാഡോ എടുത്തിട്ടാണ് ഞാനിങ്ങനെ ലൈൻ വരച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഡാർക്ക് കളർ ഐ ഷാഡോ എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ലൈൻ വരച്ചു കൊടുത്തു. ഇങ്ങനെ ലൈൻ വരച്ച് കൊടുക്കുമ്പോൾ ഒരു ഗുണം എന്ന് വെച്ചാൽ എത്ര പതിഞ്ഞ മൂക്കാണെങ്കിലും ജസ്റ്റ് ഒന്ന് നീണ്ടതുപോലെ നമുക്കങ്ങനെ തോന്നിക്കും. അതിനുശേഷം ഒരു കോമ്പാക്ട് പൗഡർ എടുത്തിട്ട് ഈ ലൈൻ വരച്ചതിൻ്റെ ഉള്ളിൽ കൂടെ ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. ഒരു ലൈൻ പോലെ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി ഞാനൊരു ഇതുപോലെ തന്നെ ഒരു ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് താഴേക്കാണ് കേട്ടോ, അതായത് ആ ലൈൻ താഴേക്കാണ് ഉരച്ച് കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ ബ്ലഷ് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ.
ഓക്കെ ആയിട്ടുണ്ട്. അപ്പം നീണ്ട മൂക്ക് പോലെ തോന്നുന്നില്ലേ സൈഡിൽ കൂടെ നോക്കുമ്പോൾ. ഇനി അടുത്തതായിട്ട് അതുപോലെ തന്നെ ലൈറ്റ് കളർ ഐ ഷാഡോ എടുത്ത് ഞാൻ മൂക്കിൻ്റെ അറ്റത്തിങ്ങനെ പുരട്ടി കൊടുക്കുകയാണ്. അപ്പോൾ ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല എന്താ പറയുക, നമ്മുടെ മൂക്കും കവിളും അതുപോലെ തന്നെ താടിയൊക്കെ ചുവന്നിരിക്കുമ്പോൾ നല്ല ലുക്കായിരിക്കുള്ളൂ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അതിന് ശേഷം ഒരു വാസലിൻ കൂടെ അതിന് മുകളിൽ പുരട്ടിയിട്ട് നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുത്തു. അപ്പോൾ കുറച്ചുകൂടെ നല്ല ലുക്ക് കിട്ടും, കുറച്ചുകൂടെ നൈസായിട്ട്, കുറച്ചുകൂടെ ഒരു ഗ്ലോ ഉള്ള പോലെ നന്നായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്ത് നോക്കിയത്. ഇതൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒരു പരീക്ഷണമാണ് കേട്ടോ. സക്സസ് ആകുമെന്ന് വിചാരിച്ച് ചെയ്തതൊന്നുമല്ല, ജസ്റ്റ് ആ ഒരു സമയത്ത് തോന്നിയത് കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തു. ഞാൻ താടിയിലും അതുപോലെ തന്നെ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ വാസ്ലിൻ ഞാൻ എടുക്കുന്നില്ല, കാരണം ആ ബ്രഷിൽ ഓൾറെഡി വാസ്ലിൻ ഉണ്ടല്ലോ 2 സൈഡിലും അപ്ലൈ ചെയ്തുകൊണ്ടിട്ട്. അത് കാരണം ആ ഒരു വാസ്ലിൻ ഉള്ളത് കാരണം തന്നെ ഇത് വലിയ കുഴപ്പമുണ്ടായില്ല താടിയിൽ. ഇനി അടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഐബ്രോ വരച്ചു കൊടുക്കാനായിട്ട് ഐ ഷാഡോയിലെ കറുത്ത ആ ഒരു ഐ ഷാഡോ എടുത്തിട്ട് ഞാനിങ്ങനെ ലൈനിട്ട് ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതെനിക്ക് കുറച്ചുകൂടെ നല്ലതായിട്ട് തോന്നിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നില്ലെങ്കിൽ മസ്കാര ഉപയോഗിച്ച് അല്ലെങ്കിൽ ഐ ഷാഡോ ഉപയോഗിച്ചൊക്കെയാണ് ഈ ഐബ്രോ ഫില്ല് ചെയ്യുന്നത്. ചില സമയത്ത് ഐബ്രോ വരച്ചു കൊടുക്കാനായിട്ട് മസ്കാര ഉപയോഗിച്ചിട്ട് ഫില്ല് ചെയ്യാനായിട്ട് ഐ ഷാഡോ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഓരോ തോന്നൽ പോലെ ഇരിക്കും. ചിലപ്പോൾ ഇത് രണ്ടും ഇല്ലെങ്കിൽ നമ്മുടെ കൺമഷി ഉപയോഗിച്ചോ ഐലൈനർ ഉപയോഗിച്ചൊക്കെ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അത് ഓരോ വീഡിയോയിലും ഞാനിങ്ങനെ കാണിച്ചു തരാം. ജസ്റ്റ് കൈ വെച്ച് ഞാനിങ്ങനെ ഒന്ന് ഒപ്പിക്കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടി പോലെ എന്തെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് അമർന്നിരുന്ന് പോകാനായിട്ടും കറക്റ്റായിട്ട് ലെവലിൽ ഉണ്ടോ എന്നുള്ളത് കറക്റ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പുറത്തെ സൈഡിലൂടെ ഞാൻ ഇതുപോലെ തന്നെ ഐബ്രോ ഫില്ല് ചെയ്ത് വരച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഐബ്രോയുടെ പരിപാടി കഴിഞ്ഞു. ഇനി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൺതടങ്ങളിൽ പിഗ്മെൻറ്റേഷൻ ഉണ്ട്, എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ആ ഭാഗത്തൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ട് കൊടുക്കുകയാണ്. കണ്ണിന് മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എൻ്റെ താടി ഭാഗത്തൊക്കെ, അതുപോലെ തന്നെ നമ്മുടെ മീശയുടെ ഭാഗമുണ്ടല്ലോ അവിടെ ഒക്കെ ആയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നെറ്റിയിലും ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഞാൻ എടുക്കാൻ പോകുന്നത് ഐ ഷാഡോ ആണ്. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ലൈറ്റ് കളറിലുള്ള ഐ ഷാഡോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതൊരു തുമ്പത്ത് വരച്ച് കൊടുക്കും. പിന്നെ അങ്ങ് ഡാർക്ക് കളറിൽ ഒരു പാതി പോർഷൻ കഴിയുമ്പോൾ ഡാർക്ക് കളറിൽ ഡാർക്ക് കളറിലൊരു ഐ ഷാഡോ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഞാനത് കൈ വെച്ചാണ് ആദ്യം ഞാൻ പെൻസിൽ വെച്ചിട്ട് ഇങ്ങനെ, പെൻസിലല്ല ബ്രഷ് വെച്ച് ഇങ്ങനെ ചെയ്യാൻ നോക്കിയിട്ട് എനിക്ക് അത്ര നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ജസ്റ്റ് ബ്രഷ് വെച്ച് ഇങ്ങനെ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നന്നായിട്ട് ഞാൻ അപ്ലൈ ചെയ്തങ്ങ് കൊടുക്കുകയാണ് കേട്ടോ. 2 കണ്ണിലും അതുപോലെ തന്നെ കൊടുക്കുകയാണ്. അത് അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം പിന്നെ ഒരു റോസ് കളർ എടുത്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു ഭാഗത്തായിട്ട് ഇങ്ങനെ മുകളിൽ കൂടെ മാത്രം ഇങ്ങനെ ഒന്ന് ജസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഞാൻ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഇത്ര താഴെയായിട്ട് ലൈറ്റ് കളറൊന്നും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി അടുത്തതായിട്ട് നമ്മൾ കണ്ണെഴുതാനായിട്ടും ഇതുപോലെ തന്നെ ഐ ഷാഡോ തന്നെയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മുടെ താഴത്തെ കണ്ണെഴുതാനായിട്ട് കറുത്ത കളറിലെ ഐ ഷാഡോ ഞാൻ എടുക്കുകയാണ്. ഈ കറുത്ത കളറിലെ ഐ ഷാഡോ വെച്ചിട്ട് കണ്ണ് താഴെ 2 എഴുതി കൊടുത്തതിന് ശേഷം ഞാനൊരു അതിൽ തന്നെ ഒരു മെറൂൺ കളറിലുള്ള ഐ ഷാഡോ ഉണ്ട്, അത് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കണ്ണൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ചുകൂടെ ഒരു അട്രാക്ഷൻ കിട്ടാനായിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ ഐലൈനറാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഐലൈനർ ഞാൻ അധികമായിട്ട് അങ്ങനെ എഴുതി കൊടുക്കുന്നില്ല, വളരെ ചെറിയ രീതിയിൽ മാത്രമേ ഐലൈനർ എഴുതി കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് കൈ വെച്ചിട്ടൊന്ന് ഒന്ന് തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്മോക്കി ഐസിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ആദ്യത്തെ കണ്ണ് നമ്മൾ ശരിയാക്കി, പക്ഷേ രണ്ടാമത്തെ കണ്ണിലേക്ക് വന്നപ്പോഴത്തേക്കും കുറച്ചൊന്ന് വലിയ രീതിയിൽ എഴുതിയതുപോലെ എനിക്ക് തോന്നി. അത് കാരണം ഞാനൊന്ന് അപ്പുറത്തെ കണ്ണിലും കൂടെ ചെറുതായിട്ടൊന്ന് എഴുതി കൊടുക്കേണ്ടിട്ടോ അവസാനം. അത് മാത്രമല്ല കണ്ണിൽ 2 കുത്തും കിട്ടി.
അപ്പോൾ 2 കണ്ണും ശരിയായി. ഇനി ഞാൻ അടുത്തതായിട്ട് നമ്മുടെ മസ്കാര ഇട്ട് കൊടുക്കുകയാണ്. മസ്കാര ഒന്ന് ഉണങ്ങിയതിന് ശേഷം ഒരു തവണയും കൂടെ, അതായത് 2 തവണ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ലുക്ക് കിട്ടും കേട്ടോ. ഞാനിതിപ്പോൾ ഒറ്റ തവണ ഇട്ടിട്ടുള്ളൂ. താഴെ ഞാൻ എഴുതുന്നില്ല, എല്ലായിടത്തും പടരും, അതുകൊണ്ടാണ് താഴെ എഴുതാത്തത്. ഇനി അടുത്തതായിട്ട് വാസലിൻ എടുത്തിട്ടുണ്ട്. വാസലിൻ എടുത്തതിന് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചുണ്ടത്തിനാനായിട്ടാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആഗ്രഹിക്കുന്ന കളറിൽ ലിപ്സ്റ്റിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കാരണം തന്നെ ഞാനൊരു ഡാർക്ക് അല്ലെങ്കിൽ ഒരു ബ്രൗൺ കളർ എന്ന് വേണമെങ്കിൽ പറയാം, ബ്രൗൺ കളറ് ഐ ഷാഡോ ഈ വാസലിൻ പുരട്ടിയതിന് ശേഷം ചുണ്ടത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് നോർമൽ ലിപ്സ്റ്റിക്കിന് ഇരിക്കുന്നത് പോലെ തന്നെ ഇരിക്കും കേട്ടോ. അത് ഞാനൊരു ഹാക്ക് കണ്ടതാണ്. അപ്പോൾ ഓക്കെ ആയി. അപ്പോൾ നമ്മുടെ കയ്യിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ലിപ്സ്റ്റിക്ക് ഇല്ലയെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഐ ഷാഡോ ഉണ്ട്, വാസലിൻ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഇഷ്ടപ്പെട്ട കളറിലേക്ക് മാറ്റാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് പോയി കഴിഞ്ഞാൽ നോർമൽ ലിപ്സ്റ്റിക്ക് പോലെ തന്നെ ഇരിക്കും. അപ്പോൾ സംഭവം കഴിഞ്ഞു. ഇനി അടുത്തായിട്ട് ഞാൻ മുടി എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക്. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ ഇങ്ങനെ ചരിച്ചീരിയിട്ട് അങ്ങനെ തന്നെ വെറുതെ അഴിച്ചിട്ടേക്കാമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ചരിച്ചീരി അഴിച്ചിട്ടേക്കാണ്. അപ്പോൾ ഈ ഡ്രസ്സ് എന്ന് പറയുന്നത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. വെറും 436 രൂപയ്ക്കാണ് നമുക്ക് പുറത്തൊക്കെ പോകാനായിട്ട് നന്നായിട്ട് ഇടാൻ പറ്റുന്ന ഉടുപ്പാണ്. നമുക്ക് കല്യാണങ്ങൾക്കൊക്കെ പോവാം ഈ ഡ്രസ്സ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുർത്തി ആൻഡ് സറാറ സെറ്റാണ് കേട്ടോ. ജസ്റ്റ് മുടി കുറച്ച് ഫ്രണ്ടിലോട്ടും കൂടെ ഇടുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഈ ഒരു ലുക്കാണ്.